സലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദ. സുംബ ഡാൻസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഗവൺമെൻറ് സുംബ ഡാൻസുമായി എതിർത്ത് വരുന്നവർക്ക് വഴങ്ങിക്കൊടുക്കരുത്, ഒന്നിന് വഴങ്ങിയാൽ ഭാവിയിൽ വലിയ ഭവിഷ്യത്ത് വരാനിരിക്കുന്നു എന്ന് ഓരോന്നും അക്കമിട്ട് ഞാൻ പറയുകയുണ്ടായി. അതിനുശേഷം വിസ്റ്റം മുജാഹിദ് ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ കാര്യമായിട്ടും ഉന്നയിക്കുന്ന വിഷയം, അതിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട അധ്യാപകനെ തിരിച്ചെടുക്കണം, അത് അനീതിയാണ്, സസ്പെൻഡ് ചെയ്യാൻ മാത്രമുള്ള കാരണം കാണിക്കൽ നോട്ടീസ് നൽകി 3 ദിവസത്തിനുള്ളിലേ സസ്പെൻഡ് ചെയ്യാൻ നിയമമുള്ളൂ. അതുകൊണ്ട് 3 ദിവസം പോലും കാത്തിരിക്കാതെ അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്തത് ശരിയായില്ല എന്ന വാദം ഉന്നയിക്കുകയും മറ്റു വല്ല കാര്യങ്ങളും പറയുകയും ചെയ്തു. അതിൽ ഈ ഒരു വിഷയത്തിൽ ഞാൻ യോജിക്കുന്നതുണ്ട്, വിയോജിക്കുന്നതുണ്ട്. യോജിക്കുന്ന വിഷയമാണ് ഞാൻ ആദ്യം പറയുന്നത്. സസ്പെൻഡ് ചെയ്തത് ശരിയായില്ല എന്ന കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. സംഗതി ശരിയാണ്. 3 ദിവസം കാരണം കാണിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞ് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ സസ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അത്ര ധൃതി കൂട്ടി സസ്പെൻഡ് ചെയ്തത് ശരിയായില്ല എന്നത് തന്നെയാണ് ഞാനും ഉദ്ദേശിക്കുന്നത്. പിന്നീട് പറഞ്ഞ ഓരോ വിഷയങ്ങളിലാണ് ഇനി ഞാൻ പറയുന്നത്. ഇതിൽ പിന്നെ പറയുന്നത് വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ വിഷയം പറഞ്ഞു. അവിടെ വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് ഇട്ട കാരണത്താൽ അതിലൊരു അധ്യാപകനായിരുന്നു. ആ അധ്യാപകനെതിരെ സസ്പെൻഡ് ചെയ്യുകയോ പണിഷ്മെൻ്റ് നൽകുകയോ മറ്റു നടപടികൾ സ്വീകരിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. അത് ഇരട്ടത്താപ്പല്ലേ എന്നുള്ളതാണ് ചോദ്യം. ശരി, അങ്ങനെ ഇരട്ടത്താപ്പും ഉണ്ടായേക്കാം. ശരി, ഞാനത് ആ ഇരട്ടത്താപ്പിലേക്കല്ല ഉള്ളു. ആ കാഫിർ സ്ക്രീൻഷോട്ട് ഇവിടെ വിഷ്ടം എടുത്തിട്ടത് എന്താണ് ഇതിൽ ഉദ്ദേശം? കാഫിർ എന്ന് പറയുന്നത് തെറ്റാണോ, പറയാൻ പറ്റുകയില്ലേ എന്നതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. കാഫിർ എന്ന വിഷയം എന്താണ് ഖുർആനിൽ പറയുന്നത്? 132 സ്ഥലത്ത് കാഫിർ എന്താണ്, ആരാണ്, എന്താണ്, എങ്ങനെയാണ്, അവരോട് എങ്ങനെ പെരുമാറണം, അവരുടെ ക്രിയ എന്താണ്, അവരുടെ പ്രവർത്തനങ്ങൾ എന്താണ്, അവർക്കുള്ള ശിക്ഷ എന്താണ് എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഖുർആനിൽ 132 സ്ഥലത്ത് കാഫിർ പറയുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു കാഫിർ സ്ക്രീൻഷോട്ട് ഇട്ടു, ആ കേസ് ഇന്നും ഹൈക്കോടതിയിൽ പോയാണ്. അത്രമാത്രം നീണ്ടു പോകാൻ മാത്രമുള്ള ഒരു വിഷയം എന്താണ് ഇതിലെന്നുള്ള, ഒരാളെ കാഫിർ എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ആ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ തിരിച്ചും മറിച്ചും അങ്ങനെയെല്ലാം ഉപയോഗിച്ചേക്കാം. ശരി, അതുപോട്ടെ. അപ്പോൾ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ കാഫിർ എന്ന് വിളിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഗുരുതരമായ തെറ്റായിട്ട് കാണുന്നത്. എന്നാൽ ഈ വിഷ്ടം മുജാഹിദുകളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു കാഫിറായിട്ടുള്ള ഒരാളെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത്? കാഫിറിനെ കാഫിർ എന്ന് തന്നെയാണോ വിളിക്കേണ്ടത്, അതോ മുഅ്മിനി എന്നാണോ വിളിക്കേണ്ടത്? ഖുർആനിലേക്ക് നോക്കി മുഅ്മിൻ യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ എന്ന് തന്നെ. കാഫിറുകൾ യാ അയ്യുഹല്ലദീന കഫറൂ, സത്യനിഷേധികളെ എന്ന് തന്നെയാണ് ഖുർആനിൽ പ്രയോഗിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഖുർആൻ്റെ ശൈലികൾ മുഴുവനും. പിന്നെ ഈ സ്ക്രീൻഷോട്ട് ഇട്ട ആളാരാണ്, അതിൻ്റെ ഉത്ഭവം കണ്ടെത്തണം. അങ്ങനെ സൈബർ സെല്ലിലൂടെയൊക്കെ കണ്ടെത്തിയിട്ട് ആരാണ് ഇത് ഇട്ടത് എന്നുള്ളത് കണ്ടെത്തണം എന്നുള്ളതൊരു കോലാഹലം സൃഷ്ടിക്കുന്നു. ശരിക്ക് അതിൻ്റെ ഉത്ഭവം എവിടെയാണ്? കാഫിർ എന്നൊരാളെ വിളിക്കാൻ പറ്റൂലേ എന്നുള്ളതിൻ്റെ അടിയാധാരം എവിടെയാണ്? അടിയാധാരം ഖുർആനാണ്. നോക്കിയാൽ ഖുർആനിൽ എങ്ങനെയാണ് ഒരു കാഫിറിനെ അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് ഖുർആൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅബുദു മാ തഅബുദൂന വലാ അൻതും അഅബുദൂന മാ അഅബുദു വലാ അന അഅബുദു മാ അബത്തും വലാ അൻതും അഅബുദൂന മാ അഅബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. അതിൽ ആദ്യത്തെ ഒരു വരി മാത്രമാണ്. നബിയെ താങ്കൾ പറയണം, യാ അയ്യുഹൽ കാഫിറൂൻ, ഏ കാഫിറുകളെ, സത്യനിഷേധികളെ, നിങ്ങൾ ആരാധിക്കുന്നത് ഞാൻ ആരാധിക്കുന്നു, നിങ്ങൾ ആരാധിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ പോക്ക് പോവാൻ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പോക്ക് പോവാൻ, ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ പാടുമായിട്ട് പോകാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ പാടുമായിട്ട് പോകാം. ശേഷമുള്ള ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാനിവിടെ ഊന്നിപ്പറയുന്നത്, ഒരു കാഫിറിനെ എങ്ങനെ അഭിസംബോധനം ചെയ്യണം എന്ന് ഖുർആൻ നമുക്ക് വ്യക്തമാക്കി തരുന്നു.
ആ ഖുർആൻ വ്യക്തമാക്കി തരുന്നത് മുഹമ്മദ് നബി മുഖേന നമ്മളെ പഠിപ്പിച്ചിരുന്നു. മുഹമ്മദ് നബിയോട് അള്ളാഹു പറയാണ്, നിങ്ങൾ കാഫിറിനെ എങ്ങനെ വിളിക്കണം? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഏ കാഫിറുകളെ. കാഫിറിനെ കാഫിറെ എന്ന് വിളിക്കണം എന്നാ ഖുർആൻ പറയണത്. സംഗതിയിൽ നോക്കി, അതൊരു ശരിയായ വശമാണോ? ഞാനൊന്ന് ചോദിക്കട്ടെ, അതൊരു ശരിയായ വശമാണോ? നാട്ടിൽ കുറേ കള്ളന്മാരുണ്ട്. ആ കള്ളന്മാരെ നല്ല മാർഗത്തിലേക്ക് ക്ഷണിക്കണം. കൊലയാളികളുടെ ആ കൊലയാളികളെ കൊലയിൽ നിന്നും മാറ്റി അവരെ നല്ല മാർഗത്തിലേക്ക് ക്ഷണിക്കണം. അനവധി തമ്മാടികളുണ്ട്. ആ തമ്മാടികൾ തമ്മാടിത്തരത്തിൽ നിന്നും മാറ്റിയിട്ട് നല്ല സൻപാതാവിലേക്ക് ക്ഷണിക്കണം. അതിന് എങ്ങനെ വേണ്ടത്? ഏ തമ്മാടികളെ വരി, ഏ കള്ളന്മാരെ വരി, ഏ കൊലയാളികളെ വരി എന്നാരെങ്കിലും വിളിക്കുമോ? വിളിക്കുമോ? എന്നാ ഖുർആന്റെ ശൈലി നേരെ വിരുദ്ധ. ഏ കാഫിറുകളെ നിങ്ങൾ വരീന്ന്. അപ്പം ഈ കാഫിറിൻ്റെ അടിയാധാരം നോക്കി പോവുകയാണെങ്കിൽ അത് മുഹമ്മദ് നബിയിലും അള്ളാഹുവിലും എത്തും. അതുകൊണ്ട് സൈബർ സെല്ല് മൊബൈലും തിരഞ്ഞൊന്നും പോവണ്ട. നിങ്ങൾ അടുത്തെവിടെങ്കിലും ഒരു പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിയിൽ നിന്ന് കയറിയിട്ട് ഖുർആൻ ഒന്ന് എടുക്കുക, മറച്ചു നോക്കുക. 132 സ്ഥലത്ത് കാഫിർ എന്ന പദം പ്രയോഗിച്ചിട്ട് ആരാണ് കാഫിർ എന്നത് കാണാം. ആരെയാണ് കാഫിർ എന്ന് വിളിച്ചത്? ആദ്യമായിട്ട് കാഫിർ എന്ന് വിളിച്ചത് മുഹമ്മദ് നബിയാണ്. അപ്പോൾ ഒന്നാം പ്രതി ആരാണ്? വടകരയിൽ ഇതിലെ ഒന്നാം പ്രതി ആരാണ്? മുഹമ്മദ്. ഞാൻ പറയുന്നത് മുഹമ്മദാണ്. രണ്ടാം പ്രതിയെ ബാക്കിയുള്ളവരൊക്കെ ഉള്ളൂ. ശരി, പോട്ടെ. ഇനി ഞാൻ അന്ന് അവതരിപ്പിച്ച അവതരണത്തിൽ ഓരോരുത്തർ കമൻറ്റുകൾ ഇട്ടു, എന്നോട് വിളിച്ചും ചോദിച്ചു. പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിൽ പറഞ്ഞ ഒരു പ്രധാന പോയിന്റ്, കവിത അതുപോലെ മ്യൂസിക്. ഈ മ്യൂസിക് ഹറാമാണ് എന്ന് ഖുർആനിലില്ലല്ലോ, അത് ഹദീസിലല്ലുള്ളത്. ഹദീസിൽ അങ്ങനെ പലതും പറയും, അതൊന്നും നോക്കണ്ടേയില്ല. പരിശുദ്ധ ഖുർആനാണ് ഞങ്ങളുടെ അടിയാധാരം. ഞങ്ങളുടെ ആധാരം പരിശുദ്ധ ഖുർആനാണ്. ഒന്നാം പ്രമാണം ഖുർആനാണ്. ഖുർആനിലൊന്നുമില്ലല്ലോ. ഖുർആൻ്റെ അതിലേറെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ പറഞ്ഞതിനേക്കാണ് ഗൗരവത്തിലാണ് ഖുർആൻ പറഞ്ഞത്. ശുഅറാ, കവികൾ, കവിത എന്ന് പറഞ്ഞിട്ടുള്ള കവികളെ കുറിച്ചുള്ള ഒരു അധ്യായം തന്നെ ഉണ്ട്. എത്ര? 220, 24, 222, പിന്നെ 300 അടുത്ത് ആയത്തുണ്ട്. അതിൽ ഫുള്ള് കവിതയെക്കുറിച്ചല്ല, എങ്കിലും കവികൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആയത്ത്, ഒരു സൂറത്തുണ്ടായിട്ട് ആ സൂറത്തിൽ മർമ്മപ്രധാനമായിട്ട് കാര്യമായിട്ട് പറയുന്ന വിഷയം എന്താ അറിയോ? അലം തറ അന്നഹും ഫീ കുല്ലി വാദിൻ യഹീമൂൻ. ഒന്നുകൂടി പറഞ്ഞരാ. അലം തറ അന്നഹും ഫീ കുല്ലി വാദിൻ യഹീമൂൻ. ഇതിന് ഞാൻ എൻ്റെ സ്വന്തം പേരിൽ അർത്ഥം പറഞ്ഞാൽ അത് മജീദ് ഉണ്ടാക്കിയ അർത്ഥമാണെന്ന് പറയും. അങ്ങനെ വേണ്ട. ഖുർആൻ്റെ പരിഭാഷകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കി. ഒരു പരിഭാഷത്തെ ഞാൻ പറഞ്ഞത്, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ പള്ളി നോക്കിയിട്ട് ഒന്ന് പരിഭാഷ കൊടുത്തു നോക്കി. ഒറ്റ പരിഭാഷത്തെ ഞാൻ പറഞ്ഞത് 26,224 ആയത്. കവികളുടെ പിന്നാലെ കൂടുന്നത് വഴി പിഴച്ചത്രേ. കവികളുടെ പിന്നാലെ കൂടുന്നത് വഴി പിഴച്ച ജനതയത്രേ. അവർ സകല തായ്വരകളിലും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് നീ കാണുന്നില്ലേ? കവികളുടെ സ്വഭാവമാണ്. കവികളുടെ പിന്നാലെ പോകുന്നത്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കവികളുടെ പിന്നാലെ പോകുന്നത് വഴിപേച്ചവരാകുന്നു എന്നാണ്. ഈ ഒരു കാര്യം പടച്ച റബ്ബ് ഖുർആൻ മുഖേനയാണ് പറയുന്നത്. സംഗതിയിൽ കവികളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരുണ്ട്, വഴിപേച്ചവരുണ്ട്. അത് എല്ലാവരിലുണ്ട്. ഡ്രൈവർമാരിലുണ്ട്, കച്ചവടക്കാരിലുണ്ട്, ഉദ്യോഗസ്ഥന്മാരിലുണ്ട്. അതുകൊണ്ട് ഡ്രൈവർമാർ മുഴുവൻ വഴിപേച്ചവരാന്ന് പറയോ? കച്ചവടക്കാർ മുഴുവനും വഞ്ചകരമാണെന്ന് പറയോ? ഉദ്യോഗസ്ഥന്മാർ മുഴുവനും അഴിമതിക്കാരാണെന്ന് പറയോ? ഷെയർ മറിച്ച് എന്ത് വേണം? ഉദ്യോഗസ്ഥന്മാരിൽ വഴിവെച്ചവരുണ്ട്, അഴിമതിക്കാരുണ്ട്, വഞ്ചകരുണ്ട്, ചതിയന്മാരുണ്ട്. കച്ചവടക്കാരിൽ വഞ്ചകരുണ്ട്, ചതിയന്മാരുണ്ട്. ഡ്രൈവർമാരിലും അപകടം വരുത്തുന്നവരുണ്ട്. അങ്ങനെയല്ലേ ഒരു ശൈലി വരേണ്ടത്? നേരെ അടച്ചാപിച്ചിട്ട് എല്ലാ കവികളും, മൊത്തം കവികളെ ഒറ്റതിന് വേറിട്ടിട്ടില്ല, കവികളിൽ ഉണ്ട് എന്നാണ് ഇവിടെ ശരിക്കും പറയേണ്ടത്. ഒരു തലക്ക് വെളിവുള്ളവൻ പറയുകയാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ പറയുന്നത് കവികളിൽ ഉണ്ട് എന്നല്ലാതെ കവികൾ മുഴുവനും, കവികളുടെ പിന്നാലെ കൂടുന്നത് മുഴുവൻ വഴിവേച്ചവരാണ്, അവരത്രേ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നവർ എന്നാണ് ഇവിടെ ഖുർആൻ പറയുന്നത്. ശരി, ഈ സംഭവം സുംബ ഡാൻസുമായിട്ട് വന്ന വിഷയം ഞാൻ അന്ന് തന്നെ പറഞ്ഞു. അവരുടെ ആട്ടും ചാട്ടും ഒന്നല്ല അവരുടെ വിഷയം. ആ സംഗീതമാണ്, അതിനുള്ള ഉപകരണമാണ്, ആ കാര്യമാണ് അവർക്ക് സഹിക്കാത്തത്. അവർക്ക് ഹദീസുണ്ട്, ഖുർആനുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴും അങ്ങനൊന്നും ഖുർആനിലില്ലല്ലോ ഹദീസിലില്ലോ എന്നല്ലോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ
ഖുർആനിലായത്ത് പറഞ്ഞത്. അത് നടപ്പിൽ വരുത്തിയോ എന്നുള്ളതാണ് ഇനി ഒറ്റ ചോദ്യം. ഖുർആനിലൂടെ ഹദീസിലൂടെ ഖുർആനിൽ പറഞ്ഞ കാര്യം ഹദീസിലൂടെ പറഞ്ഞ കാര്യം മുഹമ്മദ് ജീവിതത്തിൽ നടപ്പിൽ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒറ്റ തെളിവ് മാത്രമേ ഞാൻ പറയുള്ളൂ, വേറെയും കുറേ പറയാണ്ട് ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് പറയും. കഅബ് ബിൻ അസ്റഫ്. ആരാ കഅബ് ബിൻ അസ്റഫ്? ഒരു ജൂത കവിയായിരുന്നു. വളരെ പ്രായം ചെന്ന സന്ദർഭത്തിൽ മുഹമ്മദിനെ വിമർശിച്ചുകൊണ്ട് കവിത പാടി എന്ന ഒരൊറ്റ കാരണത്താൽ ആ കഅബ് ബിൻ അസ്റഫിനെ ആളെ പറഞ്ഞയച്ച് കൊന്ന് തലയും കൊണ്ടുപോയി പോന്നു. കാരുണ്യവാനായ പ്രവാചകൻ ചെയ്ത ഒരു പ്രവൃത്തിയാണ്. അവിടെ നിന്നും ഒരു സംസാരം കേട്ട് കഅബ് ബിൻ അസ്റഫ് മുഹമ്മദിനെതിരിൽ സംസാരിക്കുന്നില്ല, കവിത ചൊല്ലുന്നുണ്ട്. ഒട്ടനെ പോയിട്ട് വെട്ടിമുറുക്കിയാണ് കൊണ്ടുവന്ന് ഇത് നടപ്പിലാക്കി. വശ്വറാവത്തബിയുൽ ഗാബൂൻ എന്ന ഈ ഖുർആനിലായത്തും അതുപോലെ തന്നെ ഹദീസിലെ ആ പ്രമാണങ്ങളും നടപ്പിലാക്കി. അതൊക്കെ അന്ന് നടപ്പിലാക്കിയതാണ്. തെളിവാണെങ്കിൽ എന്താണ്? ബുഖാരിയിലെ 3031 ഹദീസ് നോക്കിയോളി. മുസ്ലിമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ 1801 ഹദീസ് നോക്കിയോളി. ഇത് എന്നാണ്? ഹിജറ 3 ഈ കഅബ് ബിൻ അസ്റഫിൻ്റെ ഈ സംഭവം ഉള്ളത്. ശരി, അത്ര മാത്രമേ ഉള്ളൂ. കൂടുതൽ ആ വിഷയത്തിൽ ഞാൻ സംസാരിക്കുന്നില്ല. എൻ്റെ മുഖ്യമായ വിഷയം ഇനിയാണ് എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നത്. ഇത് ആമുഖമായിട്ട് അന്ന് വിഷ്ണം പത്രസമ്മേളനത്തിൽ അവർ നടത്തിയ ആ കാര്യം പറഞ്ഞെന്നുള്ളൂ. ഞാൻ അവരെ വിമർശിക്കുന്ന പത്രസമ്മേളനത്തിൽ നടത്തിയ അവരെ ഞാൻ ഒരു നിലക്കും വിമർശിക്കുന്നത്. കാരണം എൻ്റെ ഗുരുനാഥൻ അടക്കമുണ്ട്. എന്നെ അരീക്കോട് സുല്ലം സലാം അറബിക് കോളേജിൽ നിന്ന് പഠിപ്പിച്ച ആളാണ് ഇതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. എൻ്റെ ഗുരുനാഥനാണ് അബ്ദുൽ ലത്തീഫ് മൗലവി. അദ്ദേഹത്തെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു. അന്നും ഇന്നും എന്നും ബഹുമാനിക്കും. കാരണം നല്ല മാതൃകാപരമായിട്ട് ക്ലാസ് എടുക്കാനും ഉള്ള കഴിവുള്ള ഒരാളായിരുന്നു. എന്നോട് നല്ല ബഹുമാനമാണ്. ആ ബഹുമാനം ആദരവൊക്കെ ഞാൻ വകവെച്ചുകൊണ്ട് തന്നെ അവരോടായിട്ടും ഗവൺമെൻറ്റിനോടായിട്ടും ചില കാര്യങ്ങൾ ചോദിക്കുന്നു. അവർ അന്ന് ഉന്നയിച്ച ചില വിഷയങ്ങളുണ്ട്. എന്താണെന്ന് വിഷയം എന്നറിയോ? ഇങ്ങനെ ഒരു പരിഷ്കാരം, സുംബ ഡാൻസ് പോലുള്ള ഒരു പരിഷ്കാരം വരുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങളെ അതിന് ചർച്ചയ്ക്ക് വിളിച്ചില്ല? പണ്ഡിതന്മാരെ ചർച്ചയ്ക്ക് വിളിക്കണ്ടേ? വിചക്ഷണന്മാരെ ചർച്ചയ്ക്ക് വിളിക്കണ്ടേ? ചർച്ചയ്ക്ക് ഇട്ടിട്ടായിരിക്കട്ടെ അത് നടപ്പിലാക്കേണ്ടത് എന്നുള്ളതാണ് കാരണം. എന്നിട്ട് അവർ പറയുന്നതാണ്, ഇത് ഞങ്ങളുടെ സമുദായം, ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ ആചാരം, ഞങ്ങളുടെ പ്രമാണം. ഈ 3 പദമാണ് ഉപയോഗിച്ചത്. വിശ്വാസം, സമുദായം, ആചാരം, പ്രമാണം എന്നിവയ്ക്ക് എതിരാണെന്ന് ഞങ്ങൾക്ക് ഈ ജനാധിപത്യ രാജ്യത്തിൽ പറയാനുള്ള അവകാശമെങ്കിലും ഇല്ലേ? ഒരു ചോദ്യമാണ്. നിങ്ങൾക്കൊരു ചുക്കും പറയാനുള്ള അധികാരമുണ്ട. നിങ്ങൾക്ക് പറയാണ്ടെങ്കിൽ നിങ്ങളുടെ മദ്രസയിലെ പള്ളിയിൽ പോയി പറഞ്ഞോളി. പൊതുവിദ്യാഭ്യാസത്തിൽ പോയിട്ട് ഞങ്ങളുടെ വിശ്വാസം നടപ്പിലാക്കണം, ഞങ്ങളുടെ അഖീദ നടപ്പിലാക്കണം, ഞങ്ങളുടെ പ്രമാണം നടപ്പിലാക്കണം എന്ന് പറയാനുള്ള അവകാശം ആർക്കുമില്ല. നിങ്ങൾക്ക് നല്ല ആർക്കുമില്ല. ഒരു ഹിന്ദു പുരോഹിതന്മാർക്കുമില്ല, ക്രിസ്ത്യൻ പുരോഹിതന്മാർക്കില്ല, മുസ്ലിം പുരോഹിതന്മാർക്കില്ല. ഇത് പൗരോഹിത്യം നടപ്പിലാക്കാനുള്ള സ്ഥലമല്ല പൊതുവിടം. പൊതു സ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ എന്താണോ പറയുന്നത് അത് നടപ്പിലാക്കുക. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരാണെങ്കിൽ ആർക്കും ചോദിക്കുക. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ള ഒന്നാണ് സ്കൂളുകളിൽ നടപ്പിലാക്കുന്നതെങ്കിൽ അതിനാർക്കും ചോദിക്കുക. അതല്ലാതെ ഖുർആനിനെതിരാണ്, ഹദീസിനെതിരാണ്, ഞങ്ങളുടെ സമുദായത്തിനെതിരാണ്, ഞങ്ങളുടെ പ്രമാണത്തിനെതിരാണ്, ഞങ്ങളുടെ വിശ്വാസ അഖീദയ്ക്ക് എതിരാണ്, അതുകൊണ്ട് ആ എതിരാണ് എന്ന് പറയാനുള്ള അവകാശം പോലും ഞങ്ങൾക്കില്ലേ? നിങ്ങൾക്കില്ല. ഇല്ല എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾക്കുണ്ട്. എവിടെ? നിങ്ങളുടെ മദ്രസകളിലും പള്ളിയിലും പോയിട്ട് പറയാം. അല്ലാതെ പൊതുസ്ഥലത്ത് വന്നിട്ട് ആ അഭിപ്രായം പറയാൻ പാടില്ല എന്നത് തന്നെയാണ് ഉറച്ച നിലപാട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ വക വിഷയങ്ങളിൽ അവരെ ചർച്ചയ്ക്ക് വിളിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്ത്. ഒറ്റ കാര്യം പറയട്ടെ, ഞാനിങ്ങനെ പിന്നെ തുടർന്ന് പറയാണ്. മുഖ്യമന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയും ഒരു ചർച്ചയ്ക്ക് വിളിച്ചു. ഈ പണ്ഡിതന്മാരെ ചർച്ചയ്ക്ക് വിളിച്ചു. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പണ്ഡിതന്മാരെ ചർച്ചയ്ക്ക് വിളിച്ചു. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പണ്ഡിതന്മാരിൽ തന്നെ വളരെ അനവധി ജാതിക്കാരുണ്ട്. അവരെല്ലാവരെയും വിളിച്ചു വരുത്തി. അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് പിന്നെ കേരളത്തിൽ ഇതുവരെ സ്കൂൾ തുടങ്ങിയിട്ടില്ല. ആദ്യമായിട്ട് തുടങ്ങാം. ഒറ്റ കുട്ടി സ്കൂൾക്ക് പോണില്ല നിൽക്കുക. ആദ്യമായിട്ട് സ്കൂൾ തുടങ്ങുന്ന ഈ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയാണ്. അങ്ങനെ ചർച്ചയ്ക്ക് വിളിക്കുന്ന സന്ദർഭത്തിൽ ആ ചർച്ചയിൽ വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ഉണ്ട്, ബാക്കിയുള്ള പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. തുടങ്ങല്ലേ? ശരി, തുടങ്ങാം. ആദ്യം തന്നെ ഒന്നാമത്തെ ഘട്ടം ചർച്ച കിട്ടും. ഓരോരോ വിഷയമാണ്. അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു, നമുക്ക് നല്ല ഉന്മേഷമുള്ളൊരു ടൈം കുട്ടികൾക്ക് രാവിലെ തന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഏറ്റവും നല്ലൊരു ഉന്മേഷമുള്ളൊരു ടൈം രാവിലെ 8 മണിക്ക്. 8 മണിക്ക് സ്കൂൾ തുടങ്ങാം. പറ്റൂല, ഇവർ സമ്മതിക്കൂല.
കാരണം ഞങ്ങളുടെ മദ്രസ സമയമാണ്, അതുകൊണ്ട് 8 മണി ഒഴിവാക്കിയാളി. 8 മണിക്ക് ശേഷം ഒരു 10 മണി 10:30 സമയത്തൊക്കെ വേണമെങ്കിൽ നടത്തിക്കോളി. അവിടെ ഉടക്കിടും. എവിടേക്കാണ് ഉടക്കിടുന്നത് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ഓരോന്ന് വരാം. അങ്ങനെ രണ്ടാമത് പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? ദൈവനാമത്തിലായിരിക്കണം, ഈശ്വരനാമത്തിലായിരിക്കണം എന്നൊക്കെ പറയും. ശരി, അവിടെ വെച്ചിട്ട് പറയും വലാ തദ്ഉ മഅല്ലാഹി അഹദാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അടിയുറച്ച വിശ്വാസമാണ് അവർക്കുള്ളത്. ഞങ്ങളിത് വിട്ടുവരില്ല. അള്ളാഹുവിനല്ലാതെ വിളിക്കാൻ പാടില്ല, വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. പ്രാർത്ഥനയിൽ അള്ളാഹിനെ കൂട്ടണം. അതുകൊണ്ട് അള്ളാഹുവിനെ കൂട്ടിയിട്ടുള്ള പ്രാർത്ഥനയെ അംഗീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതും സൂചി. അങ്ങനെ ഓക്കെ, ശരി. പിന്നെ മൂന്നാമത്തെ ചോദിക്കാം. അതൊക്കെ കൃത്യമായിട്ട് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഇവരുടെ വിയോജിപ്പുകളൊക്കെ എഴുതി വെക്കുക. തർക്കത്തെ പറ്റി ഞാൻ ഇപ്പോൾ പറയില്ല, അടുക്കട്ടെ. അങ്ങനെ മൂന്നാമതൊരു ചോദ്യം, ആണിനും പെണ്ണിനും ഒരേ ക്ലാസ്സിലായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ബൈലോ വായിക്കുക പറ്റൂല. 24, 31, 33, 51 ഖുർആനിലെ 33, 59, 24, 31, 33, 59 ഖുർആനിലെ ഈ ആയത്ത്, അത് എൻ്റെ ഈ കാര്യം ശ്രമിക്കുന്നവർ മറച്ചു വെക്കുക. ആണും പെണ്ണും ഒരു ക്ലാസ്സിലേക്ക് ഖുർആൻ പ്രകാരം പറ്റില്ല. എന്നായിക്കോട്ടെ, ശരി, അത് വിട്ട്. ഇനി എല്ലാ കുട്ടികളും ഒരു ക്ലാസ്സിൽ അങ്ങനെ ഇരിക്കട്ടെ. ജാതി മതഭേദമന്യേ മുസ്ലിമും ക്രിസ്ത്യാനും ഹിന്ദുവും എല്ലാവരും ഒരു ക്ലാസ്സിലിരിക്കട്ടെ. എല്ലാവർക്കും അഡ്മിഷൻ കൊടുക്കാം. എല്ലാവരും ഒരേ ക്ലാസ്സിൽ തന്നെ ഇരിക്കട്ടെ. സമ്മതിക്കൂല. ഈ മൗലവിമാർ സമ്മതിക്കൂല. ഇന്നമൽ മുശ്രികൂന നജസുൻ. മുശ്രിക്ക് നജസാണ്. ഖുർആനിൽ 9:28. മുശ്രിക്കാരാണ് അള്ളാഹു അല്ലാതെ പ്രാർത്ഥിക്കുന്നവർ, മുസ്ലിം അല്ലാത്തവരൊക്കെ. ഇവരുടെ കണക്ക് പ്രകാരം മുസ്ലിം അല്ലാത്തവരൊക്കെ നജസാണ്. ഇന്നമൽ മുശ്രികൂന നജസുൻ, അവർ നജസാണ്. അതുകൊണ്ട് ഫലാ തഖ്റബൂന ഇങ്ങനെ കുറേ പേരുണ്ട്. അവരായിട്ട് അടുക്കാൻ പാടില്ല. മുസ്ലിക്കിനോട് അടുക്കുന്ന സ്വഭാവം തന്നെ ഇസ്ലാമിലുണ്ടാകാൻ പാടില്ല. 9:28 വെച്ചാണ്. അപ്പം എന്താ നജസ്? നജസാറ നോക്കണം. നായ, പന്നി, മലം, മൂത്രം, രക്തം, ഛർദ്ദിച്ചു. ഈ കൂട്ടത്തിലാണ് ഓൻ്റെ അടുത്തിരിക്കുന്ന ഗോപാലനും സതിയും ജോസഫൊക്കെ ഇരിക്കണേ. അതിനൊന്നും ഒരു സമ്മതിക്കൂല. കാരണം നജസാണ്. എങ്ങനെ? മൂത്രത്തിൻ്റെ കൂട്ടത്തിൽ, മലത്തിൻ്റെ കൂട്ടത്തിൽ, പന്നിയിറച്ചിൻ്റെ കൂട്ടത്തിൽ, ഛർദ്ദിച്ചതിൻ്റെ കൂട്ടത്തിലാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് പറഞ്ഞിട്ട് അതിനെയും തള്ളും. ഇനി നമുക്ക് അടുത്ത ചർച്ച ചെയ്യാം. ഭക്ഷണം ഉണ്ടാക്കാൻ പാചകക്കാരെ കണ്ടെത്തണം. ശരി, ഭക്ഷണം ഉണ്ടാക്കാൻ പാചകക്കാരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവർ ഫിഖ്ഹിലെ അനവധി തെളിവും കൊണ്ടുവരും. ആ ഫിഖ്ഹേട് മറച്ചു നോക്കിയാൽ അമുസ്ലിങ്ങളെ ഒരു നിലക്കും ഭക്ഷണം പാകം ചെയ്യുന്ന അമുസ്ലിങ്ങൾ ഭക്ഷണം ചെയ്തത് നമുക്ക് തിന്നാൻ പറ്റില്ല. മുസ്ലിം അല്ലാത്തവർ പാകം ചെയ്ത ഭക്ഷണം മുസ്ലിമിന് തിന്നാൻ ഫിഖ്ഹ് ഇങ്ങോട്ട് മറച്ചു നോക്കിയാൽ ധാരാളം കാണാം. ഞാൻ പിന്നെ ഓരോ തെളിവുകൾ ഞാൻ എടുത്ത് വെച്ചിട്ടില്ല, നമുക്ക് അടുത്തില്ല. അങ്ങനെ ശരി, ഒക്കെ ഭക്ഷണ കാര്യം പറഞ്ഞു. അങ്ങനെ ഭക്ഷണക്കാരൻ പറയുമ്പോൾ പിന്നെ പറയും റമദാനിൽ ഭക്ഷണം പറ്റൂല. റമദാനിൽ ഭക്ഷണം ഒഴിവാക്കണം. 2:183 പ്രകാരം ഖുർആനിലായത്ത് പ്രകാരം റമദാനിൽ ഒരു നിലക്കും ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല. ഒരു വിഭാഗം കുട്ടികൾക്ക് കൊടുക്കുകയും മറ്റൊരു വിഭാഗം കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുകയും അവർ പട്ടിണി എടുക്കുകയും ചെയ്യുന്ന സ്വഭാവം ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തുടക്കത്തിൽ തന്നെ ഒരു ഉടക്കിടും. ഞാൻ തക്കട്ടെ. ഇനി അടുത്തത് കായികമേള. ഒരു കായികമേള സെർച്ച് ചെയ്ത് നോക്കട്ടെ. കായികമേളയിൽ ഒരു സുംബ മത്സരം, സുംബ ഡാൻസ് ഒരു ഇനം നമുക്ക് ഉൾപ്പെടുത്താം. അതൊരു പ്രദർശനമായിട്ടോ അല്ലെങ്കിൽ മത്സരമായിട്ടോ ഉൾപ്പെടുത്താം. പറ്റൂല, തരക്കടില്ല. അതിന് മ്യൂസിക് പറ്റൂല, മ്യൂസിക് പാടില്ല, ഡാൻസ് പറ്റും എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇനി 8ാമത്തെ വിഷയം ഒരു ശാസ്ത്രമേള ചർച്ച ചെയ്യാം. ശാസ്ത്രമേള ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ അവർ എന്ത് പറയും? ശാസ്ത്രമേളയിൽ ഓരോരോ ഇനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. അങ്ങനെ ആ ഇനം ഈ ഇനം മറ്റേ ഇനമൊക്കെ പറയും. അതങ്ങനെ ഇനങ്ങളിങ്ങനെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ശില്പങ്ങൾ ഉണ്ടാക്കൽ, ചിത്രം വരക്കൽ എന്നൊരു ഇനം പറയുമ്പോൾ അവിടെ ബ്രേക്ക് ഇടും. പറ്റൂല. അതിന് ബാബു അദാബുൽ മുസവ്വരീൻ മുത്തഫഖ് അലൈഹിയായിട്ടുള്ള ഹദീസുകൾ നോക്കണം. ചിത്രം വരക്കുന്നവർക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യാന്തരമുണ്ട് ഹദീസിൽ. ചിത്രം വരക്കുന്നവർക്കുള്ള ശിക്ഷ എന്താണ് എന്ന് ഒരു അധ്യാന്തര ഖുർആൻ പിന്നെ ഹദീസിലുണ്ട്. കുല്ലു മുസവ്വറിൻ ഫിന്നാർ, എല്ലാ ചിത്രം വരക്കുന്നവരും നരകത്തിലാണ്, ഒരാൾക്കൊരളവില്ല. ഇതൊക്കെയാണ് ഇവരുടെ ഗ്രന്ഥം മറിച്ച് നോക്കിയാൽ കിട്ടുക. അതുകൊണ്ട് ഇവരെങ്ങാനും ചർച്ചയ്ക്ക് വിളിച്ചാലുള്ള അവസ്ഥ ഗവൺമെൻറ് ഗൗരവത്തിലെടുക്കണം.
അതുകൊണ്ട് ഓരോന്നും പിന്നെ ചർച്ചയ്ക്ക് വിളിക്കരുത് എന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ശരി, ഓക്കെ. പിന്നെ അടുത്തത് PTA ജനറൽ ബോഡി. PTA ജനറൽ ബോഡി എങ്ങനെ ആയിരിക്കണം അതൊക്കെ പറയും. PTA ജനറൽ ബോർഡിൻ്റെ ചിട്ടങ്ങളും മട്ടങ്ങളും ഒക്കെ പറയും. അപ്പോൾ അതിൽ 33-59 പ്രകാരം അവർക്ക് എന്ത് വേണം? PTA ജനറൽ ബോഡിയിൽ ആണും പെണ്ണും വരെ സ്ഥലത്ത് പറ്റൂല, ഇടയ്ക്കൊരു മറ വേണം. 33-51 പ്രകാരം. പ്രസിഡന്റ് സെക്രട്ടറി ആരായിരിക്കണം? പ്രസിഡന്റും സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉച്ചസ്ഥാനത്തേക്ക് പെണ്ണുങ്ങളെ പറ്റൂല, സ്ത്രീകളെ പറ്റൂല എന്ന് 4:34 പ്രകാരം പറയും. പുരുഷൻ പെണ്ണിൻ്റെ മേലെയാണ് ആധിപത്യത്തിൽ, സ്ഥാനത്തിൽ. ഒരു നിലക്കും പെണ്ണിന് സെക്രട്ടറി സ്ഥാനം, പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാൻ പറ്റൂല. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും അവർ ഉടക്കിടും, തീർന്നിട്ടില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരൊറ്റ കാര്യം നമുക്ക് ഈ സമയത്ത് പറയാനുള്ളൂ. ഇനിയും ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇനിയും അടുത്തതിൽ കേൾക്കാം. അതായത് ഈ വക കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ചാൽ, അവർക്ക് വഴങ്ങിക്കൊടുത്താൽ, ഈ സുംബ ഡാൻസ് പോലുള്ളതിന് വഴങ്ങിക്കൊടുത്താൽ ഇതുപോലെയുള്ള അപകടങ്ങൾ വരാനുണ്ട് എന്ന കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. അടുത്തതും കൂടി നമുക്ക് ശ്രദ്ധിക്കാം.